ഓപ്പറേഷൻ സിന്ധൂർ വെറുമൊരു സൈനിക നടപടിയായിരുന്നില്ല. ഭാരതത്തിന്റെ പരമാധികാരത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും ആഗോളതലത്തിലുള്ള ഒരു ബഹുമുഖ പ്രസ്താവനയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ ഭാരതം പുതിയ മാതൃക തന്നെ സൃഷ്ടിച്ചു. ഓരോ ഘട്ടവും ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത് കൃത്യവും സമയബന്ധിതവുമായി നടപ്പിലാക്കിയ നടപടിയിൽ ലോകത്തിന് മുൻപിൽ വലിയ നേട്ടങ്ങളിലേക്ക് കൂടിയാണ് രാജ്യം ശ്രദ്ധ വയ്ക്കുന്നത്. നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭാരതം ചില കാപ്പബിലിറ്റി ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റി. അതായത് ഭാരതത്തിന്റെ കഴിവുകളെ ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ മാറിയത്. നമ്മുടെ ഉദ്ദേശം ഭീകരവാദികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ആണെങ്കിലും പക്ഷെ നമ്മുടെ ആക്ഷൻ നമ്മൾ ചെയ്ത കാര്യങ്ങളിലൂടെ ലോകത്ത് ഭാരതത്തിന്റെ കാപ്പബിലിറ്റിയും മറ്റ് പല രാജ്യങ്ങളുടെ കാപ്പബിലിറ്റിയുടെ കുറിച്ചുള്ള ചോദ്യങ്ങളുമാണ് ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ പുറത്തു വരുന്നത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഭാരതത്തിന്റെ ആദ്യ മറുപടിയും ദൈർഘ്യവും വെറും 23 മിനിറ്റ് മാത്രമായിരുന്നു. പക്ഷെ അതിന്റെ ആഘാതത്തിൽ നിന്ന് പാകിസ്ഥാന് കരകയറുവാൻ കാലങ്ങൾ ഏറെയെടുക്കും. പാകിസ്ഥാൻ പ്രതിരോധത്തിന്റെ എല്ലാ മേഖലയും പൂർണ്ണമായും തകർത്തുകൊണ്ട് ഭാരതത്തിന്റെ ബ്രഹ്മാസ്ത്രം പറന്നിറങ്ങി. ബ്രഹ്മോസിന്റെ പ്രഹരശേഷിയിൽ പാകിസ്ഥാൻ എയർബേസുകൾ ഉൾപ്പെടെ എണ്ണം പറഞ്ഞ ഭീകര കേന്ദ്രങ്ങൾ തകർന്ന് തരിപ്പണമായി. ചൈന നൽകിയ പ്രതിരോധ വിൽപ്പനകൾ കളിപ്പാട്ടം കണക്കെ ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ തകർന്ന് താഴെ വീണത് പാകിസ്ഥാനോടൊപ്പം ചൈനയ്ക്കും വൻ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. ചൈന എന്ന ഊതി വീർപ്പിച്ച ബലൂണിന്റെ ബലത്തിൽ ഇന്ത്യയെ നേരിടാമെന്ന പാകിസ്ഥാന്റെ എല്ലാ മോഹങ്ങളും ഭാരതത്തിന്റെ S-400 സുദർശൻ ചക്ര തല്ലി തകർത്തു. ഒരേ സമയം പാക് സേന അയച്ച 300-ൽ അധികം ഡ്രോണുകളെ S-400 ഒറ്റയടിക്ക് തടഞ്ഞിട്ടു. സുദർശന ചക്രയുടെ പ്രതിരോധ കോട്ട കടക്കാൻ പാക് ആയുധങ്ങൾക്ക് ആയില്ല. അത് നമ്മൾ അയച്ച മിസൈൽസിന് തടയാൻ സാധിച്ചില്ല. ഈ എയർ ഡിഫൻസ് സിസ്റ്റം കൊടുത്തവരാണ് ചൈനയാണ്. HQ-9 എന്ന് പറഞ്ഞ ആ എയർ ഡിഫൻസ് സിസ്റ്റം ആണ് കൊടുത്തത്. അപ്പൊ HQ-9 ചൈനീസിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഒരു മിസൈൽ പോലും തടയാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചുള്ള വലിയൊരു ക്ഷീണമാണ്. S-400 സംവിധാനം വാങ്ങിയാൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പിന് ഭാരതം പുല്ലുവിലയാണ് നൽകിയത്. നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിക്ക് മേൽ ഈ സംവിധാനം വാങ്ങിയതിൻ്റെ പേരിൽ 2020 ഡിസംബറിൽ US ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇതേ രീതിയിൽ ഭയപ്പെടുത്തി ഇന്ത്യയെയും കീഴ്പ്പെടുത്താൻ വന്ന അമേരിക്കയുടെ തന്ത്രത്തെ വിദഗ്ധമായി ഭാരതം മറികടന്നു. ഒന്നല്ല, S-400-ന്റെ 5 യൂണിറ്റ് വാങ്ങാനാണ് 2018 ഇന്ത്യ റഷ്യയുമായി $550 കോടി കരാറിൽ ഒപ്പിട്ടത്. ഭാരതത്തിന്റെ ആയുധ വ്യാപാര കരാറുകളിൽ സുപ്രധാനമായ തീരുമാനമായിരുന്നു അതെന്ന് ഇന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തോടെ പറയും. സുദർശൻ ചക്ര ആൻഡ് നമ്മുടെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ, ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അത് ഭാരതം തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. ഭാരതത്തിന് തന്നെ ഡ്രോൺ ഉപയോഗിച്ചാണ് നമ്മൾ അവിടെ സ്ട്രൈക്ക് ചെയ്തത്. ഭാരതത്തിന് തന്നെ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലാണ് നമ്മൾ അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്തത്. അപ്പൊ ധാരാളം കാര്യം ഭാരതത്തിന്റെ ഉള്ളിൽ ഉണ്ടായ ആ ഒരു വെപ്പൺസിന് അതിന്റെ കാപ്പബിലിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെട്ടു. ബ്രഹ്മോസിന്റെയും S-400-ന്റെയും ഉൾപ്പെടെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പയറ്റിത്തെളിഞ്ഞ നമ്മുടെ സ്വന്തം പോർമുനകൾക്ക് ഇന്ന് ആവശ്യക്കാർ ഏറെയാണ്. ലോകം മുഴുവൻ രാജ്യത്തിന്റെ സൈനിക പ്രഹരശേഷിയെ വാനോളം പുകഴ്ത്തുകയാണ്. പാകിസ്ഥാന്റെ പേടി സ്വപ്നമായി മാറിയ ബ്രഹ്മോസ് മിസൈൽ വാങ്ങുവാൻ ലോകരാജ്യങ്ങൾ തിരക്ക് കൂട്ടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. വിയറ്റ്നാം മുതൽ സൗദി വരെ ഈ കൂട്ടത്തിലുണ്ട്. ഫിലിപ്പീൻസുമായി ബ്രഹ്മോസ് മിസൈലിന്റെ ഇടപാട് നേരത്തെ തന്നെ രാജ്യം ഒപ്പുവച്ചിരുന്നു. അതിൽ ആദ്യത്തേത് 2024 ഏപ്രിലിലും രണ്ടാമത്തേത് 2025 ഏപ്രിലിൽ ഭാരതം കൈമാറി. ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ താരമായി മാറിയ ബ്രഹ്മോസ് മിസൈലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലക്നൌവിൽ പുതിയ ഉൽപാദന യൂണിറ്റും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. പ്രതിവർഷം 80 മുതൽ 100 സൂപ്പർസോണിക് ബ്രഹ്മോസ് നിർമ്മിക്കുവാൻ ശേഷിയുള്ളതാണ് ഈ യൂണിറ്റ്. ഭാരതം നിർമ്മിക്കുന്ന തദ്ദേശീയമായ ആയുധങ്ങളുടെ വേഗതയും കൃത്യമായ പ്രഹരശേഷിയും ലോകരാജ്യങ്ങൾക്കിടയിൽ വൻ സ്വീകാര്യതയാണ് ഉണ്ടാക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിയായ ഫ്രാൻസ് പിനാക്ക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുവാൻ സന്നദ്ധത അറിയിച്ചത് ഇതിനൊരു ഉദാഹരണമാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന രാജ്യം ഇന്ന് പ്രതിരോധ കയറ്റുമതിയിലും ഏറെ മുൻപിലാണ്. ഭാരതത്തിൽ തന്നെ ബ്രഹ്മോസിന് 17ഓളം രാജ്യം ഇപ്പോൾ ഓൾറെഡി ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സീരീസ് ഓഫ് മിസൈൽസിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ള രീതിയിലേക്ക് പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ഈ കാരണം കൊണ്ടാണ്
നമ്മൾ കഴിവ് പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു നമുക്കൊരു ഡിഫൻസ് എക്യുപ്മെന്റിന്റെ ഉള്ളിൽ ലോകത്തൊരു വില എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഈ മേഖലയിൽ 34% വർധനവാണ് രേഖപ്പെടുത്തുന്നത്. 2013-14 686 കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്തതെങ്കിൽ 2024-25 ഇത് 23,622 കോടിയിലെത്തി. അമേരിക്ക ഉൾപ്പെടെ ഫ്രാൻസ്, അർമേനിയ എന്നിവയടക്കം 100-ലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വ്യാപിപ്പിച്ചു. റഷ്യയുടെ സഹകരണത്തോടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, ആകാശ് സർഫസ് 2 എയർ മിസൈൽ എന്നിവയടക്കം ഇന്ത്യ 2024 കയറ്റുമതി ചെയ്തവയിൽ ഉൾപ്പെടുന്നവയാണ്. മോദി സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് പദ്ധതികളാണ് രാജ്യത്തിന് ഈ വൻ വിജയത്തിലേക്കുള്ള ഇന്ധനമാവുന്നത്. തേജസ് യുദ്ധവിമാനങ്ങൾ, പ്രചണ്ഡ ഹെലികോപ്റ്ററുകൾ, ഭാരം കുറഞ്ഞ കോപ്റ്ററുകൾ, കവചിത വാഹനങ്ങൾ, മിസൈലുകൾ, യുദ്ധക്കപ്പലുകൾ തുടങ്ങി നിരവധി പ്രതിരോധ ഇനങ്ങളാണ് ഇന്ന് ഭാരതം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. പക്ഷെ ഭാരതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഏറ്റവും വലിയ ആയുധം വിൽക്കുന്ന രാജ്യമാക്കി മാറ്റാൻ. നമ്മൾ എക്സ്പോർട്ടർ ആവാൻ വേണ്ടി. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഇന്ന് ഇപ്പം ഏകദേശം 25,000 കോടി രൂപയുടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. നമ്മുടെ ലക്ഷ്യം ഏകദേശം 50,000 crores ആക്കാനുള്ള ഇതാണ്. യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും മറ്റും ഉൽപ്പാദിപ്പിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ബംഗളൂരു ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽസ് ലിമിറ്റഡിന്റെ വരുമാനത്തിലും ഇതിലൂടെ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. രാജ്യത്തിന്റെ വ്യോമാതിർത്തിക്ക് കവചം തീർക്കുന്ന ISROയുടെ നൂതന ഉപഗ്രഹ സംവിധാനങ്ങളും ആത്മനിർഭർ ഭാരതത്തിന് കരുത്തേകുന്നു. ഭാരതത്തെ സംബന്ധിച്ചോളം ഭാരത് മറ്റ് രാജ്യങ്ങൾ വെച്ച് നമ്മളിപ്പോ നമ്മുടെ സാറ്റലൈറ്റ്സ് ഒക്കെ കണ്ടില്ലേ, നമ്മൾ മാർസിൽ അയച്ച സാറ്റലൈറ്റ്, നമ്മൾ മൂണിലേക്ക് അയക്കുന്ന സാറ്റലൈറ്റ്സ് ഒക്കെ മറ്റ് രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ കോസ്റ്റ് വളരെ കുറവാണ്. അപ്പൊ അതേ കാര്യം തന്നെ, അതേ ലോജിക്ക് ഇതിനകത്തും ഉണ്ട്. പ്രതിമാസം ഒരു പുതിയ ഉൽപ്പന്നം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന DRDOയും രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് ആഗോള തലത്തിലുള്ള സ്വീകാര്യതയ്ക്ക് സഹായമാവുകയാണ്. നമുക്ക് റഷ്യയും ഫ്രാൻസ്, US, ചൈന ഇതുപോലുള്ള രാജ്യങ്ങളിലെ വെപ്പൺ അല്ലെങ്കിൽ ആംസ് ആൻഡ് അമ്യൂണിഷൻ എക്സ്പോർട്ടിംഗ് ഒരു ബിഗ് കൺട്രി ആയിട്ട് ഒരു വലിയൊരു ഗെയിം കളി ആ രീതിയിലേക്കുള്ള ഒരു രാജ്യമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ മാറും.